നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ മെസ്സേജൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിടുവിക്കുന്നവനായിരിക്കും ദൈവത്തിൻ്റെ വിടുതൽ എങ്ങനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും, ദൈവം എങ്ങനെ വിടുവിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വിവിധ മേഖലകളാണ് ഞാനും നിങ്ങളും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിന് വളരെ മീനിങ് ആണ്. കൂടുതലും ഞാനത് എൻ്റെ ലൈഫിൽ കൂടെ അപ്ലൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു വാക്യം. ആ വാക്യത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ബീയിങ് അറ്റ് ദ ഗാലറി. അവിടെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ഭാഗം തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരനെയും സൃഷ്ടിച്ചിരിക്കുന്നു, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും നിന്നോട് ഫലിക്കയില്ല. ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനെതിരായിട്ട് ഇത് ഇസ്രായേൽ മക്കളുമായിരിക്കുന്ന ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമെന്നും ആ ശത്രുക്കളോട് എങ്ങനെയാണ് യഹോവ മെഫാൽറ്റി പ്രവർത്തിക്കുന്നതുമാണ് നമ്മളവിടെ ഭാഗം കാണുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ശത്രുവിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഞാനും നിങ്ങളുമാണ്. പക്ഷെങ്കിൽ ഇവിടെ എന്റെയും നിങ്ങളുടെയും പൊസിഷൻ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഈ പിക്ചറിനകത്തെ ഇല്ല, ഞാനും നിങ്ങൾ ഇരിക്കുന്നത് ഗാലറിയിലാണ്. അപ്പോ കൊല്ലനുണ്ട് ആയുധമുണ്ടാക്കാനായിട്ട്. ദൈവമാണ് ആ കൊല്ലനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നശിപ്പിപ്പാൻ സംഹാരനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ എനിക്ക് യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഗാലറി ഇരുന്ന് കളി കണ്ടാൽ മതി.